മലയാളിക്ക് വിഷു എന്നത് കേവലം ഒരു ആഘോഷം മാത്രമല്ല, അത് പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും ഒരു പുത്തൻ അധ്യായത്തിന്റെ തുടക്കം കൂടിയാണ്. നന്മയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായ കണികാണലും മുതിർന്നവരുടെ അനുഗ്രഹമായി ലഭിക്കുന്ന വിഷുക്കൈനീട്ടവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ ഊർജ്ജസ്വലമാക്കുന്നു. ഈ 2026 വിഷുപുലരി അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. അത്തം 10 പൊന്നോണമെന്ന് നാം പറയാറുണ്ട്. ഓണത്തിന് 10 നാൾ മുൻപേ പ്രഭ ചൊരിയുന്ന അത്തം നക്ഷത്രം ചന്ദ്രനധിപനായി വരുന്ന നക്ഷത്രമാണ്. ചന്ദ്രനെ പോലെ തന്നെ സൗമ്യമായ സ്വഭാവവും എന്നാൽ മനക്കരുത്തും കൈമുതലായി ഉള്ളവരാണ് അത്തം നക്ഷത്രക്കാർ. നിങ്ങളുടെ ചിഹ്നം ഹസ്തം അഥവാ കൈപ്പത്തിയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള മാന്ത്രിക ശക്തി നിങ്ങളുടെ കൈകൾക്കുണ്ടെന്ന് ജ്യോതിശാസ്ത്രം പറയാതെ പറയുന്നു. സ്വന്തം പ്രയത്നത്താൽ ജീവിതം കെട്ടിപ്പടുക്കുന്ന പ്രതിസന്ധികളിൽ തളരാതെ പുഞ്ചിരിയോടെ മുന്നേറുന്ന അത്തം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി ജീവിതം ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാവാം കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 2026 ഈ വിഷു സംക്രമം നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു വഴിത്തിരിവിന്റെ തുടക്കമാണ്. ഇരുളടങ്ങിയ വഴികളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ വർഷം നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. ഒരു കർഷകൻ മണ്ണിൽ വിത്തെറിഞ്ഞ് കണിപ്പൂക്കൾക്കായി കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ബലം കൊയ്യാനുള്ള സമയമായിരിക്കുന്നു. മനസ്സിന്റെ ചഞ്ചലതകൾ മാറി ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള ആത്മവിശ്വാസം ഈ വിഷു നിങ്ങളിലേക്ക് ചൊരിയുന്നു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അത് സാമ്പത്തികമായാലും തൊഴിലായാലും കുടുംബ ബന്ധങ്ങളായാലും ഒരു പോസിറ്റീവ് എനർജി അഥവാ ശുഭകരമായ ഊർജ്ജം അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുഭവപ്പെടും. വിഷുക്കണി ദർശിക്കുമ്പോൾ നാം കാണുന്ന ആ കൃഷ്ണ വിഗ്രഹവും വാൽക്കണ്ണാടിയും കണിക്കൊന്നയും പോലെ നിങ്ങളുടെ ജീവിതം വരും വർഷം മനോഹരമാകാൻ പോകുന്നു. അനാവശ്യമായ ചിന്തകളെയും ഭയത്തെയും ദൂരെ ഇറങ്ങി പുതിയ സ്വപ്നങ്ങളിലേക്ക് ചിറകടിച്ചുയരാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു വർഷമാണ് 2026. ആത്മീയമായ ഉണർവും ഭൗതികമായ നേട്ടങ്ങളും ഒരേപോലെ സമ്മേളിക്കുന്ന ഈ കാലയളവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ കർമ്മരംഗത്ത് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദാമ്പത്യത്തിലും കുടുംബത്തിലും ഈ വർഷം എങ്ങനെയുള്ള സ്വാധീനമായിരിക്കും ചെലുത്തുക? ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് കടക്കാതെ തന്നെ കാലത്തിന്റെ ഗതിയും നിങ്ങളുടെ നക്ഷത്ര സ്വഭാവവും മുൻനിർത്തി തയ്യാറാക്കിയ ഈ സമഗ്രമായ പ്രവചനം നിങ്ങളുടെ വരും വർഷത്തെ മുന്നൊരുക്കങ്ങൾക്ക് വലിയൊരു വഴികാട്ടിയാകും. അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ വിഷുപക്ഷിയുടെ പാട്ട് സന്തോഷത്തിൻ്റെതാകുമോ അതോ ജാഗ്രതയുടേതാകുമോ? നമുക്ക് ഓരോ മേഖലയും വിശദമായി പരിശോധിക്കാം. ഈ വർഷം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്ന വർഷമാണ്. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയത്തിന്റെ മധുരം നുണയാൻ തയ്യാറെടുക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷുബലം ഒരു വലിയ ആശ്വാസമാകുമെന്നതിൽ തർക്കമില്ല. 2026 വിഷു മുതൽ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ അത്തം നക്ഷത്രക്കാർ പ്രതീക്ഷിക്കണം. ഈ വർഷത്തെ നിങ്ങളുടെ തൊഴിൽ ബലം നോക്കുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാൻ വൈകുന്നത് മാനസിക വിഷമം ഉണ്ടാക്കാം. മേലുദ്യോഗസ്ഥരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ സ്വതസിദ്ധമായ ക്ഷമ കൈവിടാതെ ഇരുന്നാൽ ഈ ഘട്ടത്തെ അതിജീവിക്കാൻ സാധിക്കും. 2026 സെപ്റ്റംബറിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് പുത്തൻ ഉണർവ് ഉണ്ടാകും. ഏറെക്കാലമായി കാത്തിരുന്ന പ്രൊമോഷൻ, ശമ്പള വർധനവ് എന്നിവ നിങ്ങളെ തേടിയെത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വിസ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാൻ ലഭിക്കാൻ ഇടയുണ്ട്. സ്വന്തമായി ബിസിനസ് നടത്തുന്ന അത്തം നക്ഷത്രക്കാർക്ക് 2026 ഒരു പരീക്ഷണ വർഷമാണ്. വിപണിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കാണാൻ നിങ്ങൾക്ക് സാധിക്കും. എങ്കിലും പുതിയ പാർട്ണർഷിപ്പുകളിൽ ഏർപ്പെടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കണം. നിർമ്മാണ മേഖല, വസ്ത്രവ്യാപാരം, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT മേഖലയിലുള്ളവർക്കും പുത്തൻ പ്രോജക്റ്റുകൾ ലഭിക്കും. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ഈ വർഷം പ്രശസ്തിയുടെ വർഷമാണ്. നിങ്ങളുടെ സൃഷ്ടികൾക്ക് വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കും. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന പുരസ്കാരങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അത്തം നക്ഷത്രക്കാർ എപ്പോഴും മിതത്വം പാലിക്കുന്നവരാണ്. 2026 നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എപ്രകാരമായിരിക്കുമെന്ന് നോക്കാം. ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം കൈവരാൻ സാധ്യതയുള്ള വർഷമാണിത്. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കളിലോ ഭൂമി ഇടപാടുകളിലോ തീരുമാനമാകും. മുമ്പ് നൽകിയ കടങ്ങൾ തിരികെ ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. എന്നാൽ ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കണം. ഓഹരി വിപണിയിലോ ചിട്ടികളിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. ഭൂമിയിലോ സ്വർണത്തിലോ ഉള്ള നിക്ഷേപം ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. 2026 നവംബർ മാസത്തോടെ പുതിയ വീട് പണിയാനോ വാഹനം വാങ്ങാനോ ഉള്ള യോഗം കാണുന്നുണ്ട്. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വരും. ആശുപത്രി ചെലവുകൾ കുറയുമെങ്കിലും യാത്രകൾക്കായി വലിയൊരു തുക നീക്കിവെക്കേണ്ടി വന്നേക്കാം. സമ്പാദ്യശീലം വർദ്ധിപ്പിക്കേണ്ടത് ഈ വർഷം അത്യാവശ്യമാണ്. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. 2026 വിഷുബലം അനുസരിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തും.
നിലനിൽക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അവരുടെ കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് മാനസിക സന്തോഷം നൽകും. പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ സാമ്പത്തിക സഹായമോ ഉപദേശങ്ങളോ ലഭിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐക്യമുണ്ടാകും. കുടുംബത്തിലെ സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സഹോദരങ്ങളുടെ വിവാഹ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ നിങ്ങൾ നിർണായകമായ ഇടപെടലുകൾ നടത്തും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുസമാഗമം വഴി വീട്ടിൽ സന്തോഷം നിറയും. പുതിയ അതിഥികൾ കുടുംബത്തിലേക്ക് വരാനുള്ള സാധ്യതയും ഈ വർഷം കാണുന്നു. വിവാഹ ജീവിതത്തിൽ 2026 അത്തം നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക അനുഭവങ്ങൾ സമ്മാനിക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. എങ്കിലും ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ഇടയ്ക്ക് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. പങ്കാളിയുടെ പേരിൽ നടത്തുന്ന ബിസിനസ്സുകൾ ലാഭകരമാകും. പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം വരും. അത്തം നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് ഈ വർഷം വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാൻ സാധിക്കും. വർഷത്തിന്റെ മധ്യത്തോടെ നല്ല ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. ഈ വർഷം തീർത്ഥാടനങ്ങൾ നടത്താൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. ഗുരുതുല്യരായ വ്യക്തികളുടെ അനുഗ്രഹം തേടുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. നിത്യേനയുള്ള പ്രാർത്ഥനകളും ധ്യാനവും നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. തടസ്സങ്ങൾ നേരിടുമ്പോൾ ദേവി ഉപാസനയോ വിഷ്ണു സഹസ്രനാമ പാരായണമോ ചെയ്യുന്നത് ഗുണകരമാണ്. ചില സമയങ്ങളിൽ അകാരണമായ ഭയമോ ഉത്കണ്ഠയോ നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ ആത്മീയമായ അറിവുകൾ നേടുന്നതിലൂടെ നിങ്ങൾ ഇതിനെ അതിജീവിക്കും. യോഗയും പ്രാണായാമവും ശീലമാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കും. 2026 ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. കാര്യമായ രോഗദുരിതങ്ങൾ പ്രവചിക്കപ്പെടുന്നില്ലെങ്കിലും മുൻകരുതൽ നല്ലതാണ്. വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം വേണം. അമിതമായ ജോലിഭാരം കാരണം കണ്ണിനും തലയ്ക്കും വേദന അനുഭവപ്പെടാം. കൃത്യസമയത്ത് ഉറങ്ങാനും ആവശ്യത്തിന് വിശ്രമിക്കാനും ശ്രദ്ധിക്കണം. നട്ടെല്ലിനോ സന്ധികൾക്കോ വേദനയുള്ളവർ വ്യായാമങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ അത്തം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. ശ്രദ്ധ കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപരിചിതരായ വ്യക്തികളെ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായി വിശ്വസിക്കും. ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുക. ദേഷ്യം വരുമ്പോൾ സംസാരിക്കുന്നത് നിയന്ത്രിക്കണം. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയാക്കരുത്. അത്തം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനായതിനാൽ തിങ്കളാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനവും വ്യാഴാഴ്ചകളിൽ ഗുരുവായൂരപ്പനെ സ്മരിക്കുന്നതും ഉത്തമമാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. യാത്രകൾക്ക് സാധ്യത കാണുന്നു. സാമ്പത്തിക ചെലവുകൾ കൂടും. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. തൊഴിലിൽ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. പഴയ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. 2027 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടം ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും. ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്തും. സമാധാനപൂർണമായ ഒരു കാലഘട്ടമായിരിക്കും. അത്തം നക്ഷത്രക്കാർക്ക് 2026 വിഷു ഒരു പുത്തൻ വെളിച്ചമാണ് നൽകുന്നത്. ആദ്യത്തെ ചില മാസങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും വർഷത്തിന്റെ പകുതി പിന്നിടുമ്പോൾ നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരവും പദവിയും നിങ്ങളെ തേടിയെത്തും. വിനയവും ക്ഷമയും കൈമുതലാക്കിയാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വര വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോവുക.